Hi friends, welcome to KpeesTech. നിങ്ങളൊരു ട്രെയിനിങ് വീഡിയോ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ ഓൺലൈനിലായിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നു. ഈ സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ചെറിയ മൗസ് മൂവ്മെന്റ്സ് മറ്റുള്ളവർക്ക് കാണുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ആ സന്ദർഭത്തിൽ ഇതുപോലൊരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള കേഴ്സർ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അത് വീഡിയോ കാണുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ആ കേഴ്സർ മൂവ്മെന്റ് എങ്ങോട്ടൊക്കെയാണെന്നുള്ളത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ കമ്പ്യൂട്ടറിലെ കേഴ്സർ ഇതുപോലെ ചേഞ്ച് ചെയ്യാം. ഹൈലൈറ്റഡ് ആയിട്ടുള്ളതോ ഒരു പേനയുടെ പിക്ചറോ ഒക്കെ ആയിട്ട് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ആദ്യമായി നമ്മൾ AutoHotKey എന്നുള്ള ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. AutoHotKey ഈ വെബ്സൈറ്റിന്റെ അഡ്രസ്സ് ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് പ്രസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക, അത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റ്, ഇത് ഫ്രീ ഓൺലൈൻ ടീച്ചിങ് റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ആണ്. ഇതിൽ കുറെ റിസോഴ്സസ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. നമ്മളിവിടെ നോക്കുന്നത് കഴ്സർ ഹൈലൈറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ 2 ആയിട്ടുള്ള ഇതിൽ കഴ്സർ ഹൈലൈറ്റർ വേർഷൻ 2.2 ഇതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ അവർ പറയുന്നത് ഫസ്റ്റിൽ AutoHotKey ഇൻസ്റ്റാൾ ചെയ്യണം. അത് നമ്മൾ AutoHotKey.com നിന്നും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതിനുശേഷം ഇതിലൊരു .ahk എന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്രിപ്റ്റ് ഫയൽ റൺ ചെയ്യാനുണ്ട്. ഈ സ്ക്രിപ്റ്റ് ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുന്നു. ഇതിൽ ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ കൂടെ ഇവിടെ താഴെയായിട്ട് ഒരു INI ഫയൽ കൂടി ക്രിയേറ്റ് ചെയ്യും. ഈ രണ്ട് ഫയലും നമുക്ക് ആവശ്യമുണ്ട്. ഇത് നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഈ ഫയല് നിങ്ങളുടെ സെറ്റിങ്സ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഫയലാണ്. ഇനി നമ്മൾ ഇവിടെ ടാസ്ക് ബാറിൽ വന്ന് താഴെ ഈ ടിപ്പിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത സെറ്റിങ്സ് ഉണ്ട്. ഈ സെറ്റിങ്സിൽ വന്നാൽ നമുക്ക് കഴ്സർ ഹൈലൈറ്റർ എന്ന് കാണും. ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ കഴ്സർ ആൻഡ് ഹൈലൈറ്റർ മാർക്ക് ഓൺ ആയി വരും. പിക്ചർ ഫയൽ എന്ന് പറയുന്ന ഓപ്ഷൻ, ഇതൊരു പേനയുടെ പിക്ചർ രൂപത്തിൽ നമുക്ക് കിട്ടും. ഫോക്കസ് എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് കേഴ്സർ ഫോക്കസ് ആയിട്ട് യൂസ് ചെയ്യാം. ഒരു ലെൻസ് പോലെ അത് നമുക്കൊരു പർട്ടിക്കുലർ പോയിന്റ് മാത്രം ഫോക്കസ് ചെയ്യണമെങ്കിൽ അത് അങ്ങനെ യൂസ് ചെയ്യാൻ ഉപയോഗിക്കാം. ഞാനിപ്പോൾ കളർ ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നു. ഇനി ഇവിടെ ഹൈലൈറ്റ് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലിപ്പോൾ ഈ സർക്കിളിന്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. റെഡ് വേണമെങ്കിൽ റെഡ് കൊടുത്ത് ഓക്കെ കൊടുത്താൽ റെഡ് വരും. ഇതിൽ ക്ലിക്ക് ചെയ്ത് ഗ്രീൻ കൊടുത്താൽ ഓക്കെ കൊടുക്കുക, ഗ്രീൻ വരും. ഞാൻ യെല്ലോ ആണ് പ്രിഫർ ചെയ്യുന്നത്, അതുകൊണ്ട് യെല്ലോ കൊടുത്തു ഓക്കെ കൊടുത്തു. ഇവിടെ വിഡ്ത്ത് ഹൈറ്റ് എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഇപ്പം 250 ഓൾറെഡി ഉള്ളത്. അത് നമ്മൾ 500 കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ വലിയൊരു സൈസിലുള്ള സർക്കിൾ വരും ഹൈലൈറ്റ് ചെയ്യുമ്പോൾ. നമുക്ക് അത്ര ആവശ്യമില്ല, ഒരു 200 250 എല്ലാം ധാരാളം. ഇതിന് താഴെയായിട്ട് നമുക്ക് ഒപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ട് കാണാം. ഈ ഒപ്പാസിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ 160 ആണ്. ഇപ്പോൾ ഞാനത് 300 കൊടുത്തിട്ടുണ്ട്. വളരെ ഡാർക്ക് കളറാണ്. പക്ഷെ അപ്പോൾ അത് നമുക്കൊരു ഇതിൻ്റെ താഴെയുള്ള ലെറ്റേഴ്സ് ഒന്നും കാണാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് 100 120 ഒക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് മൂവ് ചെയ്യുന്നതും കാണാം, അതിൻ്റെ ബാക്കിലുള്ള ലെറ്റേഴ്സും ഒരേ സമയം കാണാൻ കഴിയും. ഇനി നമുക്ക് ഇതിൻ്റെ ഹോട്ട് കീ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇത് ഓൾട്ട് കൺട്രോൾ എന്നല്ല, കൺട്രോൾ ഷിഫ്റ്റ് F7 ഏതെങ്കിലും ഒരു കീ വെച്ച് നമുക്കിത് സേവ് ചെയ്യാം. നമ്മൾ ഇതുപോലെ ഒരു കോമ്പിനേഷൻ സെറ്റ് ചെയ്ത് അതിലൊരു കീയിൽ നമുക്കിത് സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ കൺട്രോൾ ഷിഫ്റ്റ് F7 പ്രസ് ചെയ്താൽ ഹൈലൈറ്റർ പോയി സാധാരണ കഴ്സറായി. വീണ്ടും കൺട്രോൾ ഷിഫ്റ്റ് F7 പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും അതുപോലെ കിട്ടും. ഞാനിപ്പോൾ ജനറൽ പിക്ചറിൽ കൊടുത്തു. ഇപ്പോൾ നമുക്ക് മൗസ് പോയിന്റർ ഇതുപോലെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനെല്ലാം കഴിയും. ഓരോ ടീച്ചേഴ്സിനും മറ്റുള്ള പ്രസന്റേഷൻ ചെയ്യുന്നവർക്കും എല്ലാം വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള
ഈ കേഴ്സർ ഹൈലൈറ്റ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.